റോഡൊന്നും ക്ലോസ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ, ഭയങ്കര പാടാണ്. നല്ല തിരക്കാ കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കാണ്. ഒരു മിനിറ്റ് നമ്മൾ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിക്കട. നമ്മൾ ഇന്ന് കഞ്ഞി കുടിക്കാനായിട്ട് വന്നതാണ്. ലൊക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞുതരാം. കഞ്ഞിയും 6 കൂട്ടം കൂട്ടാനും കൂട്ടി നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ റാന്നി തന്നെയാണ്, നമ്മുടെ സ്വന്തം നാടായ റാന്നി തന്നെയാണ്. അപ്പൊ നമ്മൾ കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കഞ്ഞിയും 6 കൂട്ടം കൂട്ടാൻ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കഴിക്കാൻ എന്നാ വേണം? എന്തൊക്കെയുണ്ട് ഇവിടെ? കപ്പ മീൻകറിയുണ്ട്, കപ്പ എല്ലുകറിയുണ്ട്, കഞ്ഞിയുണ്ട്. കഞ്ഞിക്ക് 6 കൂട്ടം കറി. കഞ്ഞിയും 6 കൂട്ടം കൂട്ടാനും കേട്ടോ. പിന്നെ കപ്പ എന്താ ഉള്ളത്? കപ്പ എല്ലുകറിയുണ്ട്. കപ്പ എല്ലുകറിയും കൊണ്ട് കപ്പയും മീൻകറിയുണ്ട്. കപ്പ എല്ലുകറിയും മതി. മീൻകറി നമ്മളെപ്പോഴും കൂട്ടും. പിന്നെ സ്പെഷ്യലായിട്ട് മത്തി പൊരിച്ചത്, ചെറുമത്തി മീന് പൊരിച്ചത്, പറ്റ, കിളി, അയല ഇതെല്ലാം പൊരിച്ചതുണ്ട്. എല്ലാം കൂടെ അങ്ങനെ കഴിക്കുന്നത്. എന്നാലും ഒത്തിരി വിഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഓടിച്ച് വീഡിയോയിൽ ഒന്ന് കാണിക്കാം. നമ്മൾ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കഞ്ഞിയും 6 കൂട്ടം കൂട്ടാനും അതുപോലെ തന്നെ കപ്പയും എല്ലുകറിയും നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. കഞ്ഞി ഇതുപോലെ മൺപാത്രത്തിലാണ് കൊണ്ടിരുന്നത് അല്ലേ? പഴയ രീതിയിൽ തന്നെയാണ് കേട്ടോ, പഴയ രീതിയിലാണ്, ചട്ടിയിലാണ് കൊണ്ടിരുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോടാണ്. ഇതാണ് നമ്മുടെ 6 കൂട്ടം സാധനം. കഞ്ഞിക്ക് ഇതാ കറി. പിന്നെ പുളിശ്ശേരി ഉണ്ട്. പിന്നെ പുളിശ്ശേരി ഉണ്ടോ മോളെ? മീൻ വറുത്ത്. പുളിശ്ശേരി പുളിശ്ശേരി കൂട്ടി. സ്പെഷ്യൽ മീൻ വറുത്ത അല്ലേ? അത് മീൻ വറുത്ത. ഓംപ്ലേറ്റ് ഉണ്ട്. ഓംപ്ലേറ്റ് ഒന്നും വേണ്ട, എല്ലാം കൂടെ എങ്ങനെയാ കഴിക്കുന്നത്? എനിക്ക് കപ്പ എല്ലുകറിയും വേണം കേട്ടോ. മോനെ കപ്പ എല്ലുകറി എങ്ങും കിട്ടാത്ത സാധനമുണ്ട്, ഉണക്കമീൻ. ഇതൊന്നും ഇപ്പൊ ആരും കഴിക്കുന്നില്ല. ഇപ്പോഴത്തെ തലമുറക്കൊക്കെ ഇത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. കപ്പ എല്ലുകറി, കപ്പ എല്ലുകറിയും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനമാണ് ഞാൻ ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത്. മത്തി വറുത്തുണ്ട്, കഞ്ഞിയും 6 കൂട്ടം കൂട്ടാനും ഉണ്ട്, കപ്പ എല്ലുകറിയുണ്ട്. ഇത്രയും സാധനം ഞാൻ ഇവിടുന്ന് കഴിക്കാൻ പോവാം. ഉമ്മ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് പറയാമോ? മീൻകറി, കപ്പയും മീൻകറിയും 100 രൂപ. കപ്പയും മീൻകറി 100 രൂപ. എല്ലുകറി ആണേലും കപ്പയും 100 രൂപ. എല്ലുകറിയും കപ്പയും 100 രൂപ. നമ്മുടെ കഞ്ഞിക്ക് വരുന്നതോ? കഞ്ഞിക്ക് 6 കൂട്ടം കറിയും കഞ്ഞിക്കും 60 രൂപ. 60 രൂപ. പിന്നെ മീൻ പൊരിച്ചതിന് സ്പെഷ്യല് 60 രൂപ. മീൻ പൊരിച്ചതിന് 60 രൂപ. കഞ്ഞിക്കും ഇത്രയും കൂട്ടാനും. ഇത്രയും സാധനം കഴിച്ചാൽ മതി, വയറ് നിറച്ച് കഴിക്കാനുള്ള സാധനമുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കപ്പ എല്ലുകറി ഉണ്ട്, അത് 100 രൂപ അല്ലേ? കപ്പയും മീൻകറി ഉണ്ട്, അത് 100 രൂപ. കോംബോയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. അതെ, 60 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന കേട്ടോ. ഉണക്കമീനുണ്ട്, കപ്പയുണ്ട്, ഒരു കപ്പയും മീൻകറി. അതുപോലെ തന്നെ തോരനുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, മീൻകറി, എല്ലുകറി, അങ്ങനെയുള്ള കറികളെല്ലാം ഞാൻ തന്നെ കഴിക്കുന്നത്. അതായത് ഒരു പഴയ ആളുടെ കൈപ്പുണ്യം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു അമ്മയുടെ കൈപ്പുണ്യം. ഈ ഇറച്ചിക്കറി എല്ലാം ഞങ്ങൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, വിറകടുപ്പിലാണോ ചെയ്യുന്നത്? കഞ്ഞിയും കപ്പയും വിറകടുപ്പിലാണ് ആണല്ലേ? പിന്നെ മീൻകറിയും ഈ ഇറച്ചിക്കറിയും അടുപ്പേ തന്നെ വെക്കും. എല്ലാം അടുപ്പേ. ഇന്ന് 4 മാസമായി. ഇന്ന് 4 മാസം കേട്ടോ. 4-ാം മാസം നമുക്ക് ഇവിടെ കഴിക്കാൻ വന്നത് തന്നെ വലിയ കാര്യമല്ല. അപ്പം ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനൊരു കഞ്ഞി കിട്ടുന്നൊരു കടയുണ്ട്, സൂപ്പർ ലൊക്കേഷനാണ്, ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റാന്നിക്കാർ കഞ്ഞി കുടിക്കാനായിട്ട് വലിയ സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഫുഡിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ഇവിടെ വന്ന് കഴിക്കുകയും ചെയ്യണം. കഞ്ഞി ഏകദേശം ഫിനിഷ് ചെയ്തു. ചേട്ടാ, ഉണക്കമീനൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിച്ചാണ്. കപ്പ എല്ലുകറിയാണ് നമ്മൾ അടുത്ത് കഴിക്കാൻ പോകുന്നത്. രാവിലെ നമ്മുടെ പരിപാടി തുടങ്ങും. എപ്പോഴാണ് തുടങ്ങുന്നത്? 7 തൊട്ട് കസ്റ്റമർ വരും. അന്നേരം തൊട്ട് അവർക്ക് ചോദിക്കുന്ന എന്നാന്ന് വെച്ചാൽ കൊടുക്കും. കേട്ടോ. ഇപ്പൊ രാവിലെ എന്തൊക്കെയാ ഉള്ളത്? രാവിലെ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, കപ്പ, മീൻകറി. മീൻകറി എപ്പോൾ തുടങ്ങും? അതും 8:45-9 ആകുമ്പോൾ ആവും. 9 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ അത് അതിൻ്റെ കൂടെ എല്ലുകറി. കഞ്ഞി റെഡിയാകും. എല്ലുകറിയാകും. ആ ആവും. കഞ്ഞി 11:30 ആകുമ്പം കഞ്ഞി റെഡിയാവും. 4 ആകുമ്പം തീരും. 3:30-4 മണി വരെ, അതായത് 11 മണി തൊട്ട് 3:30-4 മണി വരെ ഒരു കഞ്ഞിയും 6 കൂട്ടം കൂട്ടാനും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബൈപ്പാസിനും പുതിയ SBI ബാങ്കിനും, അതായത് പേട്ടയ്ക്ക് പോകുന്ന പുതിയ SBI ബാങ്കിനും ഇടയിലായിട്ടാണ്. ഈ കഞ്ഞിക്കട എന്നാണ് ഈ കടയുടെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഉമ്മയുടെ കൈപ്പുണ്യമാർന്ന ആഹാരം, അതായത് കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, കപ്പയാണെങ്കിൽ കപ്പ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ മിസ് ചെയ്യല്ല. ദേ കഞ്ഞിക്കട, അതായത് പുതിയ ബൈപ്പാസ് റോഡ്.